പത്തരമാറ്റ് സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ അബി സിയെ സച്ചിദാനന്ദനുമായിട്ട് ഇങ്ങനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കട്ടെ പെട്ടെന്ന് ആ ഒരു പാമ്പ് തൻ്റെ മുന്നിൽ അങ്ങ് പ്രത്യക്ഷപ്പെടുന്നത്. അബി ആകെ പേടിച്ചു പോവാണ്. പേടിച്ചു വിറച്ചുകൊണ്ട് തന്നെ അബി പെട്ടെന്ന് ഓടിയിട്ട് ജലജയുടെ അടുത്തേക്ക് പോയിട്ട് ഈ ഒരു കാര്യം പറയും. അമ്മേ, ഞാൻ കണ്ടു, ആ പാമ്പിനെ ഞാൻ നേരിട്ട് കണ്ടതാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ അബി നിലവിളിക്കാൻ തുടങ്ങും. ജലജക്കും ആകെ പേടിയാവാണ്. എടാ, ഇതിപ്പോൾ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടതുപോലെ തന്നെ നമ്മുടെ ജീവിതം തന്നെ ആപത്തിലാവല്ലോ എന്നൊക്കെ പറയുന്ന സമയത്തിന് അബിയും ആകെ പേടിച്ചു പോവാണ്. അബിയുടെ നിർദ്ദേശപ്രകാരം ഈ പാമ്പിനെ ഏർപ്പാടാക്കിയ പാമ്പാട്ടിയെ വിളിക്കാൻ അവർ തീരുമാനിക്കും. അതിനിടയിൽ തന്നെ മുറിയിൽ ഒളിച്ചിരിക്കുന്ന കരിമൂർഖനെ യാദൃശ്ചികമായി ജലജയുടെ മുറിയിൽ വെച്ച് തന്നെ കണ്ടുമുട്ടുന്നതോടുകൂടി തന്നെ കഥാഗതി ആകെ മാറി മറിയുന്നു. കട്ടിലിനടിയിൽ നിന്നും പത്തി വിടർത്തിയ പാമ്പിനെ കണ്ട് ജലജയുടെ ഭഗം അണപൊട്ടിയൊഴുകി. പാമ്പേ പാമ്പേ, എന്നെ കൊത്താൻ വരുന്നേ എന്നൊക്കെ അലറി വിളിച്ചുകൊണ്ട് തന്നെ അവിടെ നിന്നും ഓടാൻ ശ്രമിക്കുകയാണ് ജലജ. ജലജയുടെ അലർച്ച കേട്ട് വീട്ടിലെ എല്ലാവരും മുറിയിലേക്ക് ഓടിയെത്തി. മുത്തശ്ശനും നയനയും ആദർശും എല്ലാവരും അങ്ങോട്ടേക്ക് വരും. ആദർശ് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. വെറുതെ തോന്നിയതായിരിക്കും അപ്പച്ചിക്ക്, അപ്പച്ചി പേടിക്കൊന്നും വേണ്ട, അല്ലെങ്കിലും ഈ വീട്ടിലെങ്ങനെ പാമ്പ് വരാനോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ ആദർശ് അപ്പച്ചിയെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കും. അന്നേരം ജലജ പറഞ്ഞിട്ട്, അല്ലടാ, ഞാൻ കണ്ടതാണ്, അതൊരു കരിമൂർഖൻ തന്നെയാണ്, അതെൻ്റെ നേർക്ക് ചീറ്റിക്കൊണ്ടു വന്നു, ജലജ തറപ്പിച്ചു പറഞ്ഞു. അപ്പോഴേക്കും തടി തപ്പാൻ ശ്രമിച്ച അബി ഇത് ജനൽ വഴി കയറി വന്നതായിരിക്കുമെന്നൊക്കെ കള്ളം പറയാൻ തുടങ്ങി. എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥ കൂടിയായിരുന്ന നന്ദുവും ആ വീട്ടിലെ മുതിർന്നവരെല്ലാം തന്നെ ആ സാധ്യത തള്ളിക്കളഞ്ഞു. ഇത്രയും വലിയൊരു മൂർഖൻ യാദൃശ്ചികമായി വീടിനകത്തേക്ക് കയറാനുള്ള സാധ്യതയില്ലെന്ന് അവരെല്ലാവർക്കും അറിയാമായിരുന്നു. നന്ദു ഇടപെട്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ വിദഗ്ധരെ വിളിച്ചു വരുത്തി. അദ്ദേഹം വൈകാതെ തന്നെ അനന്തപുരി വീട്ടിലേക്ക് എത്തിയിട്ട് ആ കരിമൂർഖനെ സാഹസികമായി പിടികൂടി. ആ പാമ്പിനെ സൂക്ഷ്മമായി പരിശോധിച്ചതിനു ശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അവിടെ കൂടെ നിന്നവർക്കെല്ലാം തന്നെ നെഞ്ചിൽ ഭീതിയുടെ തണുപ്പ് നിറച്ചു. ഇതൊരു കാട്ടുപാമ്പൊന്നുമല്ല, ഇതിൻ്റെ നെറ്റിയിൽ കണ്ടില്ലേ കുറിയുണ്ട്, ഇത് ആരോ വളർത്തുന്ന പാമ്പാണ്, ഒരു പാമ്പാട്ടിയുടെ കൈവശത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരാനാണ് സാധ്യത. ആ വാക്കുകൾ നന്ദുവിൻ്റെയും നയനയുടെയും സംശയം ഉറപ്പിച്ചു. ഈ വീട്ടിൽ ആർക്കോ ആരോടെങ്കിലും ശത്രുതയുണ്ടോ? നന്ദുവിൻ്റെ നോട്ടം അബിയെ തേടി. ഇതൊരു കൊലപാതക ശ്രമം തന്നെയാകുവാനാണ് സാധ്യത. തുമ്പില്ലാത്ത പല കൊലപാതകങ്ങളും മൃഗങ്ങളെ ഉപയോഗിച്ച് നടത്താറുണ്ട്. നന്ദുവിൻ്റെ വാക്കുകൾ ജലജയെ ചൊടിപ്പിച്ചു. ഓ, ഇനിയിപ്പോൾ അതും കൂടി എൻ്റെ മകൻ അബിയുടെ തലയിലേക്ക് അങ്ങനെ കെട്ടിവെക്കാനായിരിക്കും നീ ശ്രമിക്കുന്നതല്ലേ? അനഘയോട് അബി ചെയ്ത ക്രൂരതകൾക്ക് ചന്തുമോളെ നിഷ്കരണം തള്ളിപ്പറഞ്ഞതിന് സ്വർണ്ണക്കടത്ത് കേസിനും എല്ലാം ശിക്ഷ നൽകാൻ തീരുമാനിച്ച നന്ദു പിറ്റേന്ന് തന്നെ പോലീസ് യൂണിഫോമിൽ അബിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അനന്തപുരി വീട്ടിലേക്കെത്തി. ജ്വല്ലറിയിലെ കള്ളക്കടത്തിന് വ്യക്തമായിട്ടുള്ള തെളിവുണ്ടെന്ന് പറഞ്ഞ് നന്ദു അബിയെ വലിച്ചഴിച്ചു കൊണ്ടുപോകുമ്പോൾ അത് കണ്ടിട്ട് ഒട്ടും തന്നെ സഹിക്കാതെ നവ്യ പൊട്ടിത്തെറിച്ചു. എന്താ നന്ദു നീ ഈ കാണിക്കുന്നത്? നിങ്ങളെല്ലാവരും ചേർന്നിട്ട് എല്ലാ കുറ്റങ്ങളും എൻ്റെ അബിയുടെ തലയിൽ അങ്ങ് കെട്ടിവെക്കാനാണോ? നവ്യയുടെ വാക്കുകളിൽ തീവ്രമായിട്ടുള്ള അമർഷമുണ്ടായിരുന്നു. ആദർശേട്ടൻ ചെയ്ത അവിഹിത ബന്ധത്തിലെ കുഞ്ഞിൻ്റെ കാര്യമാണോ? അതൊന്നും നീ കണ്ടില്ലെന്ന് നടിക്കുന്നു. ഇവിടെ യാദൃശ്ചികമായി പാമ്പ് കയറി വന്ന കുറ്റം കൂടി നീ എൻ്റെ അബിയുടെ തലയിൽ ചാർത്താനല്ലേ നോക്കുന്നത്? നിനക്കെന്താ നാണമില്ലേ നന്ദു? നവ്യ അലറിക്കൊണ്ട് പറഞ്ഞു. ജ്വല്ലറി ബിസിനസ് തങ്ങളിൽ നിന്നും തട്ടിയെടുക്കാൻ വേണ്ടി ആദർശ നയനും ചേർന്ന് നടത്തുന്ന നാടകമാണിതെന്നും അതിൻ്റെ ഭാഗമായി കെട്ടിവെച്ച കേസാണ് ഇതെന്നൊക്കെ നവ്യ ഉറപ്പിച്ച് വിശ്വസിച്ചു. ജലജയും നവ്യയെ പിന്തുണച്ചു. കണ്ടോ നവ്യെ, സ്വന്തം ഭർത്താവ് നിന്റെ അനിയത്തെ ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്? അവർക്ക് പ്രിയപ്പെട്ടത് നയനയും ആദർശും മാത്രമാണ്. നീയും അബിയും ഇവിടെ രണ്ടാം തരക്കാരാണ്. നവ്യയുടെ ദേഷ്യം സഹോദരിമാരോടുള്ള പകയായി മാറി. നിങ്ങളെപ്പോലെ രണ്ട് അനിയത്തിമാരുണ്ടായത് തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദുരന്തമെന്നൊക്കെ പറയട്ടെ നവ്യ. നിങ്ങളെന്താ എന്നോടും അബിയോടും മാത്രം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അവൾ പൊട്ടിത്തെറിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. നന്ദുവിന് നവ്യയുടെ വാക്കുകളൊന്നും സഹിക്കാനാവില്ല. നവ്യച്ചി, മാറി നിൽക്കുന്നതായിരിക്കും ചേച്ചിക്കിപ്പം നല്ലത്. വ്യക്തമായിട്ടുള്ള തെളിവുകളുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ അബിയെ ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഇത്രയും നാളും കണ്ണടച്ച് വിട്ടത് ചേച്ചിയുടെ ജീവിതം ഓർത്തിട്ട് മാത്രമാണ്. പക്ഷേ ഇവൻ കാരണം അനഘയും കുഞ്ഞിനെയും പോലെ മറ്റു പലരുടെ ജീവിതം നശിക്കുന്നത് കണ്ടിട്ടൊന്നും എനിക്ക് മിണ്ടാതിരിക്കാൻ കഴിയുന്നില്ല. അബി ജയിലിലായ ശേഷം നവ്യയുടെ മനസ്സ് ആകെ കലങ്ങി മറിഞ്ഞു. നവ്യ അബിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് കണ്ടിട്ട് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയുന്നില്ല നവ്യക്ക്. തൻ്റെ ഭർത്താവ് അബി യാതൊരുവിധ തെറ്റും ചെയ്തിട്ടില്ല. അവനിപ്പോൾ അവൻ്റെ കുടുംബത്തെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട്. മകനെയും ഭാര്യയെയും അമ്മയൊക്കെ നന്നായിട്ട് സ്നേഹിച്ച് നല്ല രീതിയിൽ തന്നെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവനാണ് അബി. എന്നിട്ട് പോലും നന്ദുവും ആദർശേട്ടനും നയനേച്ചിയും കൂടി ചേർന്നിട്ട് അവൻ്റെ തലയിൽ ഇല്ലാത്ത കുറ്റങ്ങളൊക്കെ ചാർത്താൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് അബിയെ ഞാൻ തന്നെ രക്ഷിക്കും, അബിയെ ജാമ്യത്തിലെടുക്കണം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ നവ്യ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നുണ്ട്. എന്നിട്ട് അബിയെ ജാമ്യത്തിൽ വിട്ടയക്കണമെന്ന കാര്യങ്ങളെല്ലാം തന്നെ നന്ദുവിനോട് പറയുന്ന സമയത്ത് തന്നെ നന്ദുവിനത് സഹിക്കുന്നില്ല കേട്ടോ. നന്ദു പറഞ്ഞിട്ട്, ചേച്ചി ഇവൻ പെരും കള്ളനാണ് ചേച്ചിയെ, ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവൻ പറ്റിക്കാണ് ചേച്ചി, ഒരിക്കലും ഇവനെ വിശ്വസിക്കരുത്.
ഇവന് വേണ്ടി ചേച്ചി വക്കാലത്തുമായിട്ട് വരരുത്. ഇവൻ ചേച്ചിയുടെ ജീവിതം പോലും നശിപ്പിക്കാണ് ചേച്ചി. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ ഇവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നവ്യ അവിടെ നിന്നും പറഞ്ഞയക്കാൻ നോക്കുകയാണ് നന്ദു. അങ്ങനെ നന്ദു ലോക്കപ്പിലേക്ക് ചെന്നിട്ട് അഭിയായിട്ട് നല്ല രീതിയിൽ തന്നെ പെരുമാറുന്നുണ്ട്. എന്നിട്ട് അവനോട് ഈ ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ ചോദിക്കുന്ന സമയത്ത് തന്നെ അഭിയാണെങ്കിൽ ഇതൊന്നും തന്നെ വിട്ടു പറയുന്നില്ല. താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും ഇതെല്ലാം ആദർശേട്ടൻ ചെയ്ത തെറ്റാണ് എന്ന രീതിയിലൊക്കെ വീണ്ടും വീണ്ടും പറയാൻ ശ്രമിക്കാട്ടോ അഭി. ഇതൊക്കെ കേട്ടിട്ട് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയുന്നില്ല നന്ദുവിന്. നന്ദു തൻ്റെ ദേഷ്യം മുഴുവൻ തന്നെ അഭിയുടെ മേലങ്ങ് തീർക്കും. നന്ദുവിൻ്റെ കൈത്തരിപ്പ് മുഴുവൻ അഭിയുടെ മേലങ്ങ് തീർക്കാണ് നന്ദു. എന്നാൽ നന്ദുവിനോട് സംസാരിച്ചിട്ട് കാര്യമില്ല. തൻ്റെ വീട്ടുകാരോട് സംസാരിക്കാമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ടായിരിക്കട്ടെ നവ്യ നേരെ വീട്ടിലേക്ക് നന്ദാവനത്തിലേക്ക് പോകുന്നത്. നന്ദുവും നയനയും നന്ദാവനത്തിലേക്ക് എത്തി. കനകയോടും ഗോവിന്ദനോടും നവ്യയുടെ അവസ്ഥ പങ്കുവച്ചു. നവ്യേച്ചിയെ ഇങ്ങനെ വെറുതെ വിടുന്നത് അപകടമാണെന്നും അവൾ സത്യങ്ങളെല്ലാം തന്നെ അറിയേണ്ടതുണ്ടെന്നും നന്ദു തീർത്തും പറഞ്ഞു. കാരണം അഭിയുടെ ചതികൾക്ക് നവ്യയുടെ പിന്തുണ ഒരു തണലാവുകയാണ്. അവൾ ഇനിയും സത്യങ്ങളൊക്കെ അറിയണം. നന്ദു പറഞ്ഞു. ആ ദുഷ്ടൻ ഇപ്പോഴും നമ്മുടെ നവ്യേച്ചിയെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും ചേർന്ന് നവ്യയെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ തന്നെ തീരുമാനിച്ചു. എന്നാൽ നവ്യ ഇതൊന്നും തന്നെ കേൾക്കാൻ തയ്യാറായില്ല. പഴയ വാദങ്ങൾ തന്നെ ആവർത്തിച്ച് അവൾ സഹോദരിമാരെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. അനഘയുടെ കുഞ്ഞിൻ്റെ അച്ഛൻ ആദർശേട്ടനാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു. അതോടെ നന്ദുവിൻ്റെയും നയനയുടെയും ക്ഷമ നശിച്ചു. ചേച്ചി, ഇനിയും ഈ സത്യം എനിക്കിങ്ങനെ മൂടി വെക്കാനൊന്നും പറ്റില്ല. ഇനിയും ഞാനിത് മൂടി വെച്ച് കഴിഞ്ഞാൽ അത് കൂടുതൽ അപകടമാണ്. ചന്തുമോൾ ആദർശേട്ടൻ്റെ കുഞ്ഞൊന്നുമല്ല. ഈ സത്യം അന്ന് മുതലേ ഞാൻ പറയാൻ മടിച്ചത് ചേച്ചിയെ വിഷമിപ്പിക്കണ്ട എന്ന് കരുതിയിട്ട് മാത്രമാണ്. നയന തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു DNA ടെസ്റ്റ് റിസൾട്ട് നേരെ നവ്യയെ കാണിച്ചു. കണ്ടില്ലേ ചേച്ചി, ചന്തുമോൾ അഭിയുടെ സ്വന്തം കുഞ്ഞാണ്, അഭിയുടെ രക്തത്തിൽ പിറന്ന കുഞ്ഞ്. എന്നാൽ ആ സത്യം നവ്യയെ നിശബ്ദയാക്കി. അവളുടെ കണ്ണുകളിലെല്ലാം ഞെട്ടൽ നിറഞ്ഞു. എന്നിട്ടും വിശ്വസിക്കാനാവാതെ നിൽക്കുന്ന നവ്യയോട് നന്ദു പറഞ്ഞു. ഇതിലും വലിയൊരു സത്യം ചേച്ചിയൊക്കെ അറിയാനുണ്ട്. അനഘയെ കൊല്ലാൻ ശ്രമിച്ചത് ആദർശേട്ടനൊന്നുമല്ല, അഭിയാണ്. അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് കണ്ടപ്പോൾ ആ ദുഷ്ടൻ ആശുപത്രിയിൽ പോയിട്ട് അവളെ കുത്തി ഞെരിച്ച് കൊല്ലാൻ ശ്രമിച്ചതിൻ്റെ തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് ചേച്ചി. ആ തെളിവുകൾ നവ്യയെ കാണിക്കുമ്പോൾ സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാനാവാതെ നവ്യ ആകെ തകർന്നു പോവാണ്. ചന്തുമോൾ തൻ്റെ ഭർത്താവിൻ്റെ മകളാണെന്നും എന്നിട്ടും അവളെയും അനഘയെയും ഇല്ലാതാക്കാൻ അവൻ ശ്രമിച്ചു എന്നെല്ലാം തന്നെ നവ്യ മനസ്സിലാക്കി. സ്വന്തം കുഞ്ഞാണ് ചന്തുമോൾ എന്നറിഞ്ഞതോടുകൂടി തന്നെ അഭി മറ്റൊരാളുടെ തലയിൽ ആ ഒരു പിതൃത്വം കെട്ടിവെച്ച് മിടുക്കനാവാൻ ചമഞ്ഞ് നടക്കുകയായിരുന്നു. നവ്യേച്ചിയെ അവൻ പറ്റിക്കുകയായിരുന്നു ഇത്രകാലം. അതുകൊണ്ട് ഇനി അവനെ വെറുതെ വിടാനൊന്നും കഴിയില്ല ചേച്ചി. നന്ദുവിൻ്റെ വാക്കുകളെല്ലാം തന്നെ നവ്യയുടെ ബോധത്തിലേക്ക് ആഴ്ന്നിറങ്ങി. ഇതുവരെ താൻ വിശ്വസിച്ചു പോന്നതെല്ലാം തന്നെ വെറും കള്ളമായിരുന്നു എന്ന തിരിച്ചറിവിൽ സഹോദരിമാരോടുള്ള ദേഷ്യവും ഭർത്താവിനോടുള്ള വിശ്വാസവും ഒരുപോലെ നഷ്ടപ്പെട്ട് നവ്യ സ്തംഭിച്ചു നിൽക്കുകയും പൊട്ടിക്കരയുകയും ചെയ്തു. അവളുടെ ജീവിതം മാറ്റിമറിച്ച ഒരു ദുരന്തമായിരുന്നു ആ ഒരു വലിയ സത്യം. അങ്ങനെ നവ്യ ആ ഒരു സത്യമെല്ലാം മനസ്സിലാക്കിയതോടുകൂടെ തന്നെ പിന്നീട് അങ്ങോട്ടേക്ക് വമ്പൻ ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡ് തന്നെയാണ് കേട്ടോ വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.